പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അഞ്ചുതെങ്ങ് കോട്ടയിലാണ്. ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. 1695-96 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയാണിത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയതിൻ്റെ തുടക്കകാലത്ത് നിർമ്മിച്ച ഒരു കോട്ടയായിരുന്നു. ഇതിൻ്റെ പ്രദേശത്തെയും വിശദ വിവരങ്ങൾ അഞ്ചുതെങ്ങ് കോട്ടയുടെ ചരിത്രം. അഞ്ചുതെങ്ങുകര എന്നാണ് പേര്. തിരുവനന്തപുരം ജില്ല, കേരളം. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 36 കിലോമീറ്റർ മാറി. നിർമ്മാണം 1695-96 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ചു. കൊമോറിയൻ കടലുണ്ടിയിലൂടെ നടക്കുന്ന കപ്പലുകളെ സംരക്ഷിക്കാനാണ് കോട്ട നിർമ്മിച്ചത്. വ്യാപാരത്തിനും സുരക്ഷിതത്വം നൽകുന്നതും എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസാണ്. ലൈറ്റ് ഹൗസിന് മുകളിൽ കയറാനുള്ള സാഹചര്യം ഇവിടെ വൈകിട്ട് 3 മണി തൊട്ട് 5 മണി വരെയാണ്. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് അഞ്ചുതെങ്ങിലെത്തിയത്. അപ്പം നമുക്ക് കോട്ടയ്ക്ക് അകത്തോട്ട് പ്രവേശിക്കാം. അകത്തെ കാഴ്ചകളൊക്കെ കാണാം. അതിവിശാലമായി കിടക്കുകയാണ്. അകത്തൊക്കെ നല്ല പുൽത്തകിടിയാണ്. അകത്ത് വരുന്നവർക്ക് ഇത് കുടിക്കാനുള്ള വെള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രിങ്കിങ് വാട്ടർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ഇതാണ് കിണറട്ട. ആ കാണുന്ന ലൈറ്റ് ഹൗസ്. ഇന്ന് പോണ പാത കണ്ട, വെട്ടുകല്ല് അടിക്കുകയാണ് പാത. അതായത് നമ്മളിപ്പോൾ തറയോടൊക്കെ ഇടുന്നതിന് പകരം വെട്ടുകല്ല്. അത് കാണാൻ തന്നെ ഒരു ഐശ്വര്യമുണ്ടല്ലേ. കോട്ടയുടെ മുകളിലോട്ട് കയറണം. കോട്ടയുടെ ഫസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞ് സെക്കൻഡ് എൻട്രൻസിനകത്തോട്ടാണ് ഇപ്പോൾ വരുന്നത്. ഒക്കെ കാണാൻ അടിപൊളിയല്ലേ അല്ലേ. തൊട്ട് അപ്പുറത്ത് ബീച്ചാണ്, കടലാണ്. നമുക്ക് കോട്ടയുടെ മുകളിലോട്ട് കയറാം. ഇവിടെ സ്റ്റെപ്പുണ്ട്. ഈ ഗോവണി വഴി മുകളിലോട്ട് കയറാം. മുകളിലത്തെ കാഴ്ചയൊക്കെ കാണാൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പാറക്കല്ലിനാണ് സ്റ്റെപ്പ് പണിഞ്ഞിരിക്കുന്നത്. പാറക്കല്ല്, പാറ. ഇന്നത്തെ കാലത്ത് പാറ കൊണ്ടുവന്ന് പണിയണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ആരോഗ്യവും ബുദ്ധിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. അങ്ങനെ മുകളിലെത്തി. കാണുന്ന റോഡ്, ഇത് ഫ്രണ്ട് എൻട്രൻസ്. നമ്മൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതുവഴി നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകുമ്പോൾ കടൽ കാണാൻ കഴിയും. ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി നമുക്ക് നിൽക്കാം. അപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്.
നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രൗണ്ടല്ല അകത്ത ആ സ്ഥലം. 2 സായിപ്പും മദാമയും കൂടെ വരണം. അത് ലൈറ്റ് ഹൗസ്. ഇതാ കാണുന്ന വിശാലമായ 5 തെങ്ങ് കടപ്പുറം കാണാൻ അടിപൊളിയല്ലേ? നേരിട്ട് വന്ന് കാണണം കേട്ടോ. ഈ കാഴ്ചകളൊക്കെ നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് വന്ന് കാണണം. കൊച്ചു കൊച്ചു വീടുകളാണ് ബീച്ചിനോട് ചേർന്നിരിക്കുന്നത്. കോട്ടയുടെ മുകളിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഒരു സൈഡിൽ നിന്ന് കറങ്ങി മറു സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയും കോട്ടയുടെ ഭാഗങ്ങൾ കണ്ട. ഈ കാണുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഇവർ നിരീക്ഷിക്കാൻ വേണ്ടി പീരങ്കിയും മറ്റുള്ള കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന ഗ്യാപ്പാണ് ഈ കാണുന്നത്. ഇവിടെ തന്നെ ഗ്യാപ്പ് കണ്ട. ഈ ഗ്യാപ്പ്, അത് കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ്. അപ്പോൾ എല്ലായിടത്തും മുകളിലായിട്ട് എല്ലാ ഭാഗങ്ങളിലും ഇതേപോലുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കടൽ കാണാം. ഈ ഗ്യാപ്പിൽ കൂടെ നോക്കിയാൽ പുറം ഭാഗം കാണാം. ഇതാ റോഡ്, 5 തെങ്ങ് റോഡ്. അതുവഴി ത്രൂ വർക്കല പോവാം. ഇവിടെ നിന്ന് ആ കാണുന്ന വലത് തിരിഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, പെരുമാതുറ ട്രിവാൻഡ്രം. അകത്ത് കയറിയ 2 ഗോവണിപ്പടികൾ. ആ കാണുന്ന ഗോവണിപ്പടിയാണ് മുകളിലോട്ട് വന്നത്. ഇതും മുകളിലോട്ട് വരാനുള്ള ഒരു ഗോവണിയാണ്. അപ്പോൾ അതുവഴി ഇങ്ങനെ കറങ്ങി ഞാൻ ഇപ്പർ സൈഡിലെത്തി. ഇവിടെയൊക്കെ ഗ്യാപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് റോഡ് കാണാം. ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ റോഡ് നമുക്ക് കാണാം. വർക്കല പോണ റോഡാണ് ആ കാണുന്ന ലൈറ്റ് ഹൗസ്. വൈകിട്ട് 3 മണി തൊട്ട് 5 മണി വരെ മാത്രമേ ഓപ്പണിങ് ആവത്തുള്ളൂ. ടൈം അറിയാതെയാണ് വന്നത്. വൈകിട്ട് 3 മണിക്ക് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ കഴിയത്തുള്ളൂ. എന്തായാലും 3 മണി വരെ വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് മെയിൻ റോഡ്, ട്രിവാൻഡ്രം റോഡ്. അപ്പോൾ ഈ സ്റ്റെപ്പ് വഴിയാണ് തിരിച്ച് ഇറങ്ങുന്നത് താഴോട്ട്. അതും പാറക്കല്ലിൽ പണിത സ്റ്റെപ്പ് തന്നെയാണ്. എന്തായാലും ഇത്രയും വർഷങ്ങളായിട്ടും നൂറ്റാണ്ടുകളായിട്ടും ഇത്രയും വൃത്തിയും വെളുപ്പുമായിട്ട് സൂക്ഷിക്കുന്നില്ലല്ലേ, അത് തന്നെ ഒരു മഹാഭാഗ്യം. കോട്ടയുടെ അകമാണ് കാണുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ നിർമ്മിച്ച കോട്ടയെ അത് കാണാൻ ബ്രിട്ടീഷുകാർ തന്നെ ഇവിടെ വന്നു. ഹായ്.